ഹോയ് ഇച്ചായ. പൊട്ടിപ്പൊളിഞ്ഞ പടവുകൾ ഓടിയിറങ്ങി കുളത്തിന്റെ താഴത്തെ പടിയിൽ ഇച്ചായനടുത്തായിരുന്നു. നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ ദേവാ? ഇല്ല, രാവിലെ മുതൽ ഭയങ്കര വയറുവേദന, അതുകൊണ്ട് പോയില്ല. അത് കണ്ടത് അങ്ങേരെ എന്നെ കണ്ണുരുട്ടി നോക്കി. ഇച്ചായൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഞാൻ വിഷയം മാറ്റി. കുറച്ച് എഴുതാനുണ്ടായിരുന്നു. ഗൗരവത്തോടെ പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പേപ്പറിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കാൻ തുടങ്ങി. ഇച്ചായൻ ചെറിയൊരു എഴുത്തുകാരനാണ്. മാഗസീനിലൊക്കെ ഇച്ചായന്റെ കഥകൾ അച്ചടിച്ചു വരും. അതുകൊണ്ട് ഞാനൊന്ന് എഴുതാൻ ശ്രമിച്ചതാ പണ്ട്. എഴുതിയത് ആരും അറിയാതൊരു മാഗസീൻ അയച്ചു കൊടുത്തു. അതിനവർ 8 മടക്കി തിരിച്ചയച്ചു. ഞാൻ സ്കൂളിൽ പോയിരുന്ന സമയമായതുകൊണ്ട് അമ്മയുടെ കയ്യിലാണ് കിട്ടിയത്. അത് വായിച്ച അച്ഛനും അമ്മയും ഏട്ടനും കുറച്ചൊന്നല്ല എന്നെ കളിയാക്കിയത്. അതോടെ ആ പണി ഞാൻ നിർത്തി. ഈശായ, പിന്നെ ഞാൻ ഇന്നും ആ സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? പേപ്പറിൽ നിന്ന് മുഖമുയർത്താതെ ചോദിച്ചു. എൻ്റെ കല്യാണം. നിനക്കിങ്ങനെ സ്വപ്നം കണ്ട് നടക്കാൻ കല്യാണത്തിന് സമ്മതിച്ചുകൂടെ? ദത്തം പറഞ്ഞു, നല്ലൊരു ആലോചന വന്നിട്ട് നീ എന്നെ സമ്മതിക്കുന്നില്ലെന്ന്. എനിക്ക് കല്യാണത്തിനൊക്കെ സമ്മതം, പക്ഷേ കിട്ടുന്ന ഇച്ചാനാണെന്ന് മാത്രം. തൂവെള്ള കൗണിൽ തലയിൽ വെള്ളം നെറ്റക്കിട്ട് നിൽക്കുന്ന എൻ്റെ കഴുത്തിൽ മന്ത്രകൂടിയുടെ നൂലിൽ കോർത്തൊരു കുഞ്ഞു മിന്ന് ഇച്ചായൻ ചാർത്തുന്നു. അതാ ഞാൻ ഇന്നും കണ്ട സ്വപ്നം. ദേവാ, തോന്നിയാസം പറയുന്നത് എഴുന്നേറ്റ് പോ. തോന്നിയാസോ? എൻ്റെ പ്രണയം നിങ്ങൾക്ക് തോന്നിയാസാണോ മനുഷ്യ? ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്നോട് ഞാൻ 100 ആവർത്തി പറഞ്ഞതാ. ഞാനൊരു അനാഥനാണ് ദേവാ, അച്ഛനമ്മയും ഇല്ലാത്തവൻ. കോപ്പാണ്. അച്ഛനമ്മ ഇല്ലാതെ നിങ്ങൾ മാറ്റുന്ന പൊട്ടി വീണതാണോ? ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടെ പഠിച്ചിരുന്ന അശ്വതിക്ക് അവളുടെ കാമുകൻ ദിവസം ചോക്ലേറ്റ് വാങ്ങി കൊടുക്കുന്ന കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് എനിക്കും പ്രേമിക്കണം തോന്നിയത്. ആരെ പ്രേമിക്കാൻ തലകുഞ്ഞ് ആലോചിച്ച മനസ്സിലേക്ക് ആദ്യം ഓടിയത് നിങ്ങളുടെ മുഖം. അച്ഛനമ്മയെ അറിഞ്ഞാൽ തല്ലുവോ, ദത്തേട്ടൻ അറിഞ്ഞാൽ കൊല്ലുവോ എന്നൊക്കെയുള്ള ചിന്തകൾക്ക് മുകളിൽ നിറഞ്ഞു നിന്ന് ചോക്ലേറ്റ് അല്ല നിങ്ങളുടെ മുഖമായിരുന്നു. ചോക്ലേറ്റ് പോയിട്ട് ഒരു ഉമ്മ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിട്ടും അന്നു മുതൽ ഇന്നുവരെ നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഞാൻ വേറെ കല്യാണം കഴിക്കണമല്ലേ? കാണിച്ചു തരാം ഈ ദേവ ആരാണെന്ന്. നേരെ വീട്ടിലേക്ക് ചെന്ന് റൂമിൽ കയറി ബെഡിലേക്ക് വീണു. ജനലിലൂടെ അപ്പുറത്തേക്ക് നോക്കി. പഴയ രീതിയിൽ പണി കഴിപ്പിച്ച് ഓടിട്ട വീട്. തിരുമുറ്റം തറവാട്. തിരുമുറ്റത്ത് സാമുവൽ ജോണിനും ഭാര്യ അന്നമ്മ സാമുവലിനും ഏക മകൻ അലക്സ് സാമുവൽ തിരുമുറ്റം. എൻ്റെ അലക്സ് ഇച്ചായൻ. എനിക്ക് 2-3 വയസ്സുള്ളപ്പോഴാണ് ഇച്ചായനും കുടുംബവും ഞങ്ങളുടെ വീടിനടുത്തുള്ള വലിയ പറമ്പ് വാങ്ങി വീട് വെച്ച് താമസത്തിന് വരുന്നത്. എൻ്റെ സഹോദരൻ ദേവദത്ത് എന്ന ദത്തേട്ടനും ഇച്ചായനും ഒരേ പ്രായക്കാരായിരുന്നു. ഒരേ ക്ലാസ്സിൽ കൂടിയായപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളായി. ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ ദത്തേട്ടനേക്കാൾ എൻ്റെ മേൽ ശ്രദ്ധ ഇച്ചായനായിരുന്നു. അതുപോലെ തന്നെ അപ്പച്ചനും അമ്മച്ചിക്കും എൻ്റെ ജീവനായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും വലിയ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇച്ചായന് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചായൻ 10 പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ ഒരു ആക്സിഡന്റിൽ മരിക്കുന്നത്. അപ്പോൾ മാത്രമാണ് അപ്പച്ചൻ്റെ ബിസിനസ് നഷ്ടത്തിലായതും ഒരുപാട് കടങ്ങളുണ്ടെന്നൊക്കെ അമ്മച്ചി ഇച്ചായനും അറിഞ്ഞത്. അതോടെ അവരൊരു ബാധ്യതയാവുമെന്ന് പേടിച്ച് ബന്ധുക്കളാരും പിന്നെ അവരെ തിരിഞ്ഞു നോക്കിയില്ല. അമ്മച്ചി വീടിരിക്കുന്ന കുറച്ച് സ്ഥലം ഒഴിച്ച് ബാക്കി പറമ്പ് വിറ്റ് കടങ്ങൾ തീർത്തു. വിറ്റുപോയ പറമ്പിലായിരുന്നു ഇച്ചായന് ഏറ്റവും പ്രിയപ്പെട്ട ആ കുളം. അവിടെയാണ് അപ്പച്ചൻ ഇച്ചായനെയും ദത്തേടിനെയും നീന്തൽ പഠിപ്പിച്ചത്. അമ്മച്ചി പിന്നെ അച്ഛൻ്റെ സഹായത്തോടെ ചെറിയൊരു ജോലി നേടി. അച്ഛനും അമ്മയും അവരെ കൊണ്ടാകുമ്പോൾ സഹായിക്കുമായിരുന്നു. +2 കഴിഞ്ഞോടെ ഇച്ചായനും പാർട്ട്നയും ജോലിക്ക് പോയി തുടങ്ങി. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് സൈലന്റ് അറ്റാക്കിന്റെ രൂപത്തിൽ അമ്മച്ചി ഞങ്ങൾ വിട്ടു പോകുന്നത്. അതോടെ ഇച്ചായനാകെ തളർന്നു. ഡിപ്രഷൻ ബാധിച്ച പോലെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കും. ഇച്ചായൻ്റെ ഓരോ വേദനയും എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒരു കൗമാരക്കാരിയുടെ കൗതുകത്തിനപ്പുറം അലക്സി ചായൻ ദേവാംശിക്ക് ആരൊക്കെയാണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കിയതും ആ ദിവസങ്ങളിലായിരുന്നു. ദത്തേട്ടൻ എപ്പോഴും ഇച്ചായൻ്റെ കൂടെ കാണും. അച്ഛനും അമ്മയ്ക്കും സ്വന്തം മോൻ തന്നെയാണ് ഇച്ചായൻ. പതിയെ ഇച്ചായൻ ജീവിതത്തിലേക്ക് തിരികെ വന്നു. പഠിത്തം തുടർന്നു. ജോലി വാങ്ങി. ലോൺ എടുത്ത് വിറ്റുപോയ പറമ്പ് തിരികെ വാങ്ങി. അലക്സിന് ഇനി വിവാഹത്തെ പറ്റി ചിന്തിച്ചുകൂടെ? അച്ഛൻ്റെ ആ ചോദ്യം എൻ്റെ നെഞ്ചിലേക്കാണ് കുത്തിക്കയറിയത്. പിന്നെയൊന്നും നോക്കിയില്ല. പിറ്റേന്ന് തന്നെ പോയി I love you എന്ന് പറഞ്ഞു. കാരണം പോച്ചൊരെണ്ണം അപ്പം തന്നെ കിട്ടി. പിന്നെ കുറേ ഉപദേശവും. അതൊന്നും കേട്ടില്ല. എങ്ങനെ കേൾക്കും? ചെവിയിലൊരു മുകളിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്നിട്ട് അതുകൊണ്ടൊന്നും ഞാൻ തളർന്നില്ല. നല്ല അന്തസ്സായി പുറകെ നടന്നു. ഇപ്പോഴും നടക്കുന്നു. ഓരോന്നോർത്ത് ഉറങ്ങിയത് അറിഞ്ഞില്ല. വൈകുന്നേരം അമ്മ വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റത്. ദേവുവിനൊന്ന് ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് പയ്യൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു. രാത്രി അത്താഴം കഴിക്കാതിരിക്കുമ്പോഴാണ് ദത്തേട്ടൻ പറഞ്ഞത്, എനിക്ക് ആ വിവാഹം വേണ്ട ഏട്ടാ. നല്ല ബന്ധമോളെ. അതല്ലേ ഏട്ടാ, എനിക്ക് വേറൊരു ഇഷ്ടമുണ്ട്. അച്ഛനും അമ്മയും ദത്തേട്ടനെ അമ്പരപ്പോടെ നോക്കി. ആരാ? ദത്തേട്ടനാണ് ചോദിച്ചത്. അലക്സ് ഇച്ചായൻ. ദത്തേട്ടൻ വിളിച്ചനുസരിച്ച് ആ രാത്രി തന്നെ വന്നാണ് ഇച്ചായൻ. അലക്സേ, നിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. സ്വന്തം മകൻ തന്നെയാണ് നീ ഞങ്ങൾക്ക്. ദേവുവിനെ നിന്നെ ഏൽപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടായിട്ടൊന്നല്ല. അലക്സിനെ അറിയാലോ, ജാതിയും അതൊക്കെ നോക്കുന്ന പഴയ തറവാട്ടുകാരാ എൻ്റെയും ദേവിയുടെയും അമ്മയുടെയും കുടുംബക്കാർ. അവരെയൊക്കെ പിണക്കിക്കൊണ്ട് ദേവുവിൻ്റെ ഇഷ്ടം നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല. അലക്സിന് മനസ്സിലാവുമല്ലോ. അച്ഛാ, ദേവിയുടേത് അവിടെ പ്രായത്തിൽ തോന്നുന്ന പ്രശ്നം മാത്രമാണ്. അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു ബന്ധവുമില്ല. നിങ്ങൾ അവൾക്ക് വേറെ വിവാഹിപ്പിച്ചോളൂ. ഞാനും കാണും ദത്തിനൊപ്പം എല്ലാ കാര്യങ്ങൾക്കും. ഈ ചായനെ നോക്ക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയി. അലക്സേ, അലക്സേ! ദത്തേട്ടൻ വാതിൽ തട്ടി വിളിച്ചപ്പോഴാണ് ഇച്ചായൻ വാതിൽ തുറന്ന്. ദൈവം ഇങ്ങോട്ട് വന്നു. അലക്സേ? ഇങ്ങോട്ടേക്കോ? ഇല്ല. എന്താ?
ദത്തേട്ടൻ കയ്യിൽ നിന്ന് പേപ്പർ ഇച്ചായന് നേരെ നീട്ടി. അച്ഛനും അമ്മയ്ക്കും ദത്തേട്ടനും നിങ്ങൾ പറഞ്ഞ പോലെ ജാതിയും മതവും ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ അതിലും വലുത് എനിക്കെൻ്റെ ഇച്ചായനില്ലാതെ എനിക്ക് ജീവിക്കേണ്ട. ദേവ, ദത്ത നീ വിഷമിക്കാതെ. അലക്സി ജീവിച്ചിരിക്കുമ്പോൾ അവൾക്കൊന്നും വരില്ല. നമുക്ക് നോക്കാം. ദത്തേട്ടൻ ഇച്ചായൻ എന്നെ തിരക്കി ഇറങ്ങി. ദേവ, ഇച്ചായൻ കുളക്കരയിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ ലൂഡോ കളിച്ചിരിക്കുകയായിരുന്നു. നീ എന്തൊക്കെയാ ദേവ ഈ കാണിക്കുന്നത്? നിന്റെ അച്ഛനമ്മയായിട്ട് നിന്നെ കാണാൻ പേടിച്ചിരിക്കുക. നീ വീട്ടിൽ പോ. ഞാനൊന്നും കാണിച്ചില്ലല്ലോ ഇച്ചായ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യും. ദേവ നീ. ഇച്ചായൻ എന്തോ പറയാമെന്നു ആരോ അങ്ങോട്ടേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടു. ദത്തേട്ടനാവും. പിന്നെ ഒന്നും നോക്കിയില്ല. ഫോൺ താഴെ വെച്ച് കുളത്തിലേക്ക് എടുത്തിയാടി. വെള്ളത്തിലൊന്ന് മുങ്ങിപ്പൊങ്ങി വന്നപ്പോൾ ഇച്ചായൻ ഞെട്ടി നിൽക്കുകയാണ്. നോക്കി നിൽക്കാതെ ചാടി രക്ഷിക്കുന്ന മനുഷ്യ, മനസ്സിൽ പറയുന്ന കൂട്ടത്തിൽ 1-2 തവണ കൂടി മുങ്ങി. എനിക്ക് നീന്തലറിയില്ല. ഒരിക്കൽ ഇച്ചായനും ദത്തേട്ടനും കൂടി പഠിപ്പിക്കാൻ ശ്രമിച്ചതാ. അന്ന് കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ ആ സാഹസത്തിന് മുതിർന്നിട്ടില്ല. ആദ്യത്തെ അമ്പരപ്പ് മാറിയതും ഇച്ചായൻ കുളത്തിലേക്ക് എടുത്തിയാടി. 2 കൈയാലും എന്നെ കോരിയെടുത്ത് പടികൾ കയറുമ്പോൾ ദത്തേട്ടൻ ഓടി വന്നു. ബോധമുണ്ടായിട്ടില്ലാത്ത പോലെ കണ്ണടച്ച് കിടന്നു. അലക്സേ, എന്താ അലക്സേ, എന്തെന്റെ ദൈവന് പറ്റിയത്? അവൾക്ക് കുഴപ്പമൊന്നുമില്ല ദത്ത. ഏട്ടനെ ആശ്വസിപ്പിക്കുമ്പോഴും ആ ശബ്ദമിടർന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഇച്ചായൻ തന്നെയാണ് എന്നെ റൂമിലെ ബെഡിൽ കൊണ്ട് കിടത്തിയത്. അമ്മയുടെ നിലവിളിയും അച്ഛൻ്റെ ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ട്. മോളെ കണ്ണുറക്കടി. അമ്മ അടുത്തിരുന്ന് കണ്ണീരോടെ കവിളിൽ തട്ടി വിളിച്ചു. ആവശ്യത്തിലധികം ആവശ്യത അഭിനയിച്ച് കണ്ണു തുറന്നു. എന്തിനാ മോളെ നീ ഇത് ചെയ്ത്? എന്തിനാ അമ്മേനെ രക്ഷിച്ച്? ഇച്ചാനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ശേഖരേട്ടാ, നാട്ടുകാരും ബന്ധുക്കളും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പിണയിക്കോട്ടെ. എനിക്ക് എൻ്റെ മോളാ വലുത്. അവൾ അലക്സിനെ എന്നെ കൊടുത്താൽ മതി. അമ്മ അച്ഛനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അലക്സേ, നിനക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറായി ഇവളെ ഞങ്ങൾ നിനക്ക് തന്നെ തരുവാ. എന്റെ കൈ പിടിച്ച് ഇച്ചായന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് അച്ഛൻ പുറത്തേക്ക് പോയി. പുറകെ അമ്മയും. നിറകണങ്ങളോടെ ഇച്ചായന്റെ തോളിൽ തട്ടിയിട്ട് ദത്തേട്ടനും പുറത്തേക്ക് നടന്നു. ഇച്ചായ, ഇപ്പൊ കണ്ടോ എല്ലാം സെറ്റ്? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എല്ലാവരും പുറത്തേക്ക് പോയപ്പോൾ ചാടി എഴുന്നേറ്റ് ചോദിച്ച് മാത്രമേ ഓർമ്മയുള്ളൂ. ചെവിക്കകത്തു കൂടിയൊക്കെ പുക പോകും പോലെ കുറച്ച് നക്ഷത്രങ്ങളും ഗോൾഡൻ ഈച്ചകളും തലക്ക് ചുറ്റിലും തിരുവാതിര കളിക്കുന്നു. ദേവാ, നിർത്തിക്കുന്ന നിന്റെ തമാശ. നീ കാണിക്കുന്ന കളികളൊക്കെ കണ്ട് നെഞ്ചുപൊട്ടി നിൽക്കുക. നിന്റെ അച്ഛനും അമ്മയും ഏട്ടനും എന്ത് നിസ്സാറായിട്ടാ നീ അവരെ കബളിപ്പിക്കുന്നത്? ശരിയായി ചായ, ഞാൻ അവരെ കബളിപ്പിക്കുന്ന തന്നെയാ. കാരണം അച്ഛനോ അമ്മയ്ക്കോ ദത്തേട്ടനോ ഇച്ചായനെ വിവാഹം കഴിക്കുന്നതിൽ പ്രശ്നമില്ല. അവരുടെ പ്രശ്നം ബന്ധുക്കളാണ്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നോ പിണങ്ങുന്നോ കരുതി എനിക്ക് മറക്കാൻ കഴിയില്ല ഇച്ചായനെ. എൻ്റെ ഇഷ്ടം തമാശയാണെന്ന് പറയില്ല ഇച്ചായ. ഇച്ചായന് വേണ്ടി മരിക്കാൻ മടിയുണ്ടായിട്ടല്ല, കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അത് ചെയ്യാത്ത. ഇച്ചായൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്നുള്ള ഉറപ്പുകൊണ്ടാണ്. എത്രയോ പ്രാവശ്യം ഇച്ചായനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലെങ്കിലും ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയിച്ചായ, എന്നെ ഇഷ്ടമില്ലെന്ന് ഒരു തവണ പറയും. പിന്നെ ഞാൻ പുറകെ വരില്ല. എൻ്റെ വീട്ടുകാർ പറയുന്ന വിവാഹത്തിന് സമ്മതിക്കാം. പറയും, ഇച്ചായൻ്റെ മനസ്സിൽ ഞാനില്ലെന്ന് പറയും. ഇച്ചായൻ്റെ ഷർട്ടിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ നിറഞ്ഞൊഴുകിയായിരുന്നു എൻ്റെ കണ്ണുകൾ. മറുപടിയായി ഇച്ചായൻ എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചു. പറ്റില്ലടി, എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ഈ നെഞ്ചു നിറയെ നീ മാത്രമേ ഉള്ളൂ. നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അർഹതയില്ലാത്തതുകൊണ്ട് മാത്രം അകന്നു നിന്നതാ. നിനക്ക് മോഹങ്ങൾ തന്ന അച്ഛനെയും അമ്മയും ദത്തനെയും വിഷമിപ്പിക്കേണ്ടി വരും. തളർന്നു പോയിടത്തുനിന്ന് കൈപിടിച്ച് ഉയർത്തിയവരവർ. നന്ദികേട് കാണിക്കാൻ വയ്യാത്തതുകൊണ്ടാ. നമ്മൾ കാരണം അവർ വിഷമിച്ച നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയോ ദേവാ? അറിയാച്ചായ, ഇപ്പം അവർ സമ്മതിച്ചില്ലേ? ഇനി നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് അവരെ സന്തോഷിപ്പിക്കാം. അപ്പം നിന്നെ ഞാൻ തന്നെ സഹിക്കണമല്ലേ? വീതി അതായി പോയില്ലേ, സഹിച്ചേ പറ്റൂ. അപ്പോൾ ഇനി മംഗല്യൻ തന്തുനാനേന. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.